നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നെടുമങ്ങാട്ട് നിതിൻ രാജിന്റെ ദൗർഭാഗ്യകരമായ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ മൗനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും അധിക്ഷേപം നേരിട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. നവോത്ഥാനത്തെക്കുറിച്ച് വാചാലരാകുന്ന പിണറായി സർക്കാർ സ്വന്തം നാട്ടിലെ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന ഇത്തരം ക്രൂരതകൾക്ക് നേരെ കണ്ണടക്കിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ വകുപ്പ് മേധാവിയുടെ മോശം പെരുമാറ്റം, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ പീഡനം, ഒതുക്കി തീർത്ത പരാതികൾ ഇവയെക്കുറിച്ച് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ തങ്ങൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണെന്ന് നിതിൻ രാജിന്റെ സഹപാഠികളും ക്യാമ്പസിലെ സീനിയർ വിദ്യാർത്ഥികളും പറയുന്നു. പേര് വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയോടെയാണ് കുട്ടികൾ ഇക്കാര്യം പറയുന്നത്. നിതിൻ രാജിന്റെ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. ഹോസ്റ്റൽ വാർഡനായ കമലിനും ലത എന്ന അധ്യാപികയ്ക്കും മകന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് അച്ഛൻ രാജൻ ആരോപിച്ചു. മകനെത്തി 1 മാസം മുതൽ റാഗിംഗ് തുടങ്ങിയിരുന്നു. അവന്റെ പല വസ്ത്രങ്ങളും ഇടാൻ പോലും സമ്മതിച്ചിട്ടില്ല. ടീഷർട്ട് ഇട്ടതുപോലും ഊരിപ്പിച്ചു. പലതവണ പരാതി ഉന്നയിച്ചിട്ടും എല്ലാ പരാതികളും പ്രിൻസിപ്പൽ പൂഴ്ത്തിവെച്ചെന്നും പിതാവ് ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ പ്രതി ചേർത്ത് FIR രേഖപ്പെടുത്തി. സൈബർ സെല്ലിന്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള 7 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം നിതിൻ രാജിനെതിരെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസിൽ പരാതി ലഭിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ ജനുവരിയിൽ നിതിൻ രാജ് ഒരു ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ വിദ്യാർത്ഥിക്ക് വന്നിരുന്നുവെന്ന് ഫോൺ പരിശോധിച്ചതിലൂടെ പോലീസിന് മനസ്സിലായി. കോളേജിലെ അധ്യാപികയുടെ നമ്പർ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ അധ്യാപികയും ലോൺ ഏജൻസി വിളിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 10-ാം തീയതി ഈ ലോൺ ഏജൻസിയിൽ നിന്ന് അധ്യാപികയ്ക്ക് നിരന്തരമായ കോളുകൾ വന്നിരുന്നുവെന്നും സൈബർ അന്വേഷണത്തിലൂടെ മനസ്സിലായെന്നും പോലീസ് പറഞ്ഞു. ലോൺ എടുക്കുമ്പോൾ ലോൺ ഏജൻസി സ്വമേധയാ കോൺടാക്ട് ആക്സസ് ചെയ്തതാവാൻ സാധ്യതയുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ നിതിൻ രാജിനെ വിളിച്ച് ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഉയർന്ന ചൂടും ഒറ്റപ്പെട്ട മഴയും തുടരും. തിങ്കളാഴ്ച ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച ഉയർന്ന ചൂട് പാലക്കാട് 39.2 രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച വരെ കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും പത്തനംതിട്ട ജില്ലയിൽ 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കുട്ടികൾ തമ്മിലുണ്ടായ നിസ്സാര തർക്കത്തെ ചൊല്ലി മുതിർന്നവർ തമ്മിൽ കയ്യാങ്കളി. വർക്കലയിൽ യുവതിയെയും മകനെയും അയൽവാസികളായ ദമ്പതികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വർക്കല സ്വദേശിനി ഷൈഫയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ അയൽവാസിയായ റജീനയ്ക്കും ഭർത്താവിനുമെതിരെ പോലീസ് കേസെടുത്തു. ഷൈഫയുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ: കുട്ടികൾ തമ്മിലുണ്ടായ വഴക്ക് പരിഹരിക്കാനായി സംസാരിക്കുന്നതിനിടെയാണ് അയൽവാസികളായ റജീനയും ഭർത്താവും ചേർന്ന് ഷൈഫയെയും മകനെയും ആക്രമിച്ചത്. തർക്കം രൂക്ഷമായതോടെ റജീനയുടെ ഭർത്താവ് ഷൈഫയുടെ മകനെ ചുടുകട്ട കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയതായും പരാതിയിൽ ആരോപിക്കുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഷൈഫ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിൽ ഷൈഫ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഴിഞ്ഞം ആഴിമല കടൽ തീരത്തെ പാറപ്പുറത്ത് നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ തിരമാലയിൽപ്പെട്ട് തീർത്ഥാടകൻ മരിച്ചു. പത്തനംതിട്ട ഇടയാറന്മുള പഞ്ചവടി സ്വദേശിയായ അനീഷാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം നടന്നതെന്ന് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട തീർത്ഥാടക സംഘത്തിലായിരുന്നു അനീഷ് ഉൾപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ, കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് സംഘം ഞായറാഴ്ച ഉച്ചയോടെ ആഴിമല ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ക്ഷേത്രത്തിന് പിന്നിലെ കടൽ തീരത്തെ പാറക്കൂട്ടത്തിൽ കയറി സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ തിരമാലയടിച്ച് കടലിൽ വീഴുകയായിരുന്നു. ടിപ്പു സുൽത്താൻ തകർത്ത മലപ്പുറത്തെ 3 ക്ഷേത്രങ്ങൾ റിലയൻസ് ഉടമ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനി പുനരുദ്ധാരണത്തിനായി ധനസഹായം നൽകുന്ന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പെടുന്നു. തന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് അനന്ത് അംബാനി കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾക്ക് ധനസഹായം നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം എന്നിവയ്ക്കും ധനസഹായം നൽകുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ നിറം കൈതക്കോട്ടെ ഭഗവതി ക്ഷേത്രം, തൃപ്പങ്ങാട്ട് ശിവക്ഷേത്രം, തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം
എന്നിവയാണ് ഈ 3 ക്ഷേത്രങ്ങൾ. ഇതിൽ മലപ്പുറം തിരൂരിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം പണ്ട് ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് തകർത്ത ക്ഷേത്രമാണ്. 1921 മാപ്പിള ലഹളക്കാലത്ത് ഈ പ്രദേശത്തെ പല ക്ഷേത്രങ്ങളും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ യുവ വ്യാപാരി നേതാവിനെതിരെ നടപടിയെടുക്കാതെ പോലീസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് 25-കാരിയുടെ പരാതി. കഴിഞ്ഞ 4 രാത്രി 10-നായിരുന്നു സംഭവം. ദേശീയപാതയിൽ KPSC ജംഗ്ഷനിൽ വെച്ചാണ് യുവതിയും സുഹൃത്തും സഞ്ചരിച്ച ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് യുവതി റോഡിലേക്ക് തെറിച്ചു വീണു. ഇവരെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെ സിനിൽ സബാദ് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് ആരോപണം. യുവതിയുടെ പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും വൈദ്യപരിശോധനയ്ക്കോ രഹസ്യമൊഴിയെടുക്കാനോ തയ്യാറായിട്ടില്ലെന്നാണ് യുവതിയുടെ ആരോപണം. വ്യാപാരി നേതാവിന്റെ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും ആരോപണമുണ്ട്. പരാതി തീർപ്പാക്കാൻ വഴങ്ങാത്തതിന് ഭീഷണിയുണ്ടെന്നും യുവതി വെളിപ്പെടുത്തി. വിദേശ കപ്പലിടിച്ച് കൊല്ലം നീണ്ടകര സ്വദേശിയുടെ മീൻപിടുത്ത ബോട്ട് തകർന്ന സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ തടഞ്ഞുവെച്ച കപ്പൽ ഇന്ത്യ വിടാൻ വൈകും. നങ്കൂരമിട്ടിരിക്കുന്ന സെയിന്റ് ജോസഫ് എന്ന ട്രോളർ ബോട്ടിൽ കപ്പൽ ഇടിച്ചതാണെന്ന് അന്വേഷണ ഏജൻസിയായ മെർക്കന്റൈൽ മെറൈൻ ഡിപ്പാർട്ട്മെന്റ് MMD കണ്ടെത്തിയിട്ടുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കപ്പൽ തീരം വിടരുതെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ ക്യാപ്റ്റന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനാമ രജിസ്ട്രേഷനിലുള്ള MV സോളീസ് എന്ന എണ്ണക്കപ്പലാണ് മീൻപിടുത്ത ബോട്ടിൽ ഇടിച്ചത്. കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാർച്ച് 10-നാണ് കപ്പൽ വിഴിഞ്ഞം പുറംകടലിലെത്തിച്ചത്. കോഴിക്കോട് വയോധികൻ ജീവനൊടുക്കി. പോക്സോ കേസിൽ പ്രതി ചേർത്തതിൽ മനനൊന്താണ് ജീവനൊടുക്കിയതെന്ന് കുടുംബം. താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശി ഭാസ്കരനാണ് മരിച്ചത്. ഭാസ്കറിനെതിരെ 6 വയസ്സുകാരിയുടെ മൊഴിപ്രകാരം പോക്സോ കേസെടുത്തിരുന്നു. താമരശ്ശേരി പരപ്പൻപൊയിൽ കരുവാറമ്മലുള്ള തറവാട് വീട്ടിനകത്തെ ജനൽ കമ്പിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈയുടെ ഞരമ്പുറത്ത ശേഷമാണ് തൂങ്ങിയത്. 2 ദിവസം മുമ്പാണ് കേസെടുത്തത്. ഇന്നലെ രാവിലെയാണ് ഇയാൾ തറവാട്ട് വീട്ടിലെത്തിയത്. വൈകുന്നേരമായിട്ടും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കടയിലെത്തിയ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു മൊഴി. സംഗീതാസ്വാദകരെ കണ്ണീരണിയിച്ചുകൊണ്ട് വിഖ്യാത പിന്നണി നായിക ആശാ ഭോൺസ്ലെ അന്തരിച്ചു. മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം ആശാ ഭോൺസ്ലെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെ വലിയ നേതാക്കളുടെ അനുശോചന സന്ദേശം എത്തി. വിയോഗ വാർത്ത ഹൃദയഭേദകമാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. മുംബൈയിൽ തന്റെ 61ാം ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒരു ഗാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അവരുമായി തനിക്ക് കുടുംബ ബന്ധമുണ്ടെന്ന് ഗഡ്കരി പറഞ്ഞു. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അരുണാചൽ പ്രദേശ് അടക്കം മേഖലകളിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റുന്ന ചൈനയുടെ നടപടിക്കെതിരെ ഇന്ത്യ. നീക്കത്തിനെ കേന്ദ്രം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അപലപിച്ചു. പേര് മാറ്റിയതുകൊണ്ട് അവിടം ചൈനയുടേതാകില്ല. അരുണാചൽ അടക്കം ഇന്ത്യയുടെ അനിവാര്യമായ ഇടങ്ങളായി തുടരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്നും രൺധീർ ജയ്സ്വാൾ ഓർമ്മപ്പെടുത്തി. ബംഗളൂരുവിൽ 28-കാരനായ ജിം പരിശീലകൻ ആത്മഹത്യ ചെയ്തു. വിവാഹിതയായ ഒരു സ്ത്രീയുടെ ബ്ലാക്ക് മെയിലിംഗ് ആണ് കാരണമെന്ന ആരോപണവുമായി കുടുംബം. സംസ്ഥാനതല ഫിറ്റ്നസ് പരിശീലകനായ ദിലീപ് രാത്രി വൈകി വീട്ടിലേക്ക് മടങ്ങിയ ശേഷം മുറിയിൽ ആത്മഹത്യ ചെയ്തു. ദുരന്തത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് യോഗ്യത എന്ന സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം സന്ദേശം അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ലഭിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തുവന്നത്. കുടുംബാംഗങ്ങൾ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കുടുംബം പറയുന്നതനുസരിച്ച് ജിമ്മിൽ വെച്ച് 42 വയസ്സുള്ള വിവാഹിതയായ ഒരു സ്ത്രീയുമായി ദിലീപ് പരിചയപ്പെട്ടിരുന്നു. ആ പരിചയം പിന്നീട് അടുത്ത ബന്ധമായി മാറി. പണത്തിനും സ്വത്തിനും വേണ്ടി ആ സ്ത്രീ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തു തുടങ്ങി. ഈ പ്രശ്നം നേരത്തെ പോലീസിലെത്തിയിരുന്നുവെന്നും തുടർന്ന് സ്ത്രീയുടെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ വിഷയം പരസ്പരം പരിഹരിച്ചെങ്കിലും പീഡനം തുടർന്നതായും കുടുംബം ആരോപിച്ചു. മദ്രസകൾക്കായി ഏകദേശം 6000 കോടി രൂപ നീക്കിവെച്ചിട്ടും വടക്കൻ ബംഗാളിന്റെ വികസനത്തിന് മതിയായ ഫണ്ട് അവഗണിച്ചതായി ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃണമൂൽ കോൺഗ്രസ് TMC സർക്കാരിനെ ശക്തമായി വിമർശിച്ചു. TMC തങ്ങളുടെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്ന തിരക്കിലാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മേഖലയുടെ ആവശ്യങ്ങൾ അവഗണിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23-നും 29-നും 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കും. കർണാടക കോൺഗ്രസിലെ DK ശിവകുമാർ സിദ്ധരാമയ്യ ഭിന്നത പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിയേക്കാം.
കർണാടകയിൽ നിന്നുള്ള 30ഓളം മുതിർന്ന കോൺഗ്രസ് MLA-മാർ ഡൽഹിയിലേക്ക് പോയി. പാർട്ടി ഹൈക്കമാൻഡിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കാണാൻ അവർ പുറപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. ശിവകുമാറിനോടൊപ്പം നിൽക്കുന്ന MLA-മാർ മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട്. 2026 മാർച്ചിൽ നടന്ന അത്താഴ വിരുന്നിൽ നടന്ന പാർട്ടി തന്ത്രയോഗത്തിൽ ശേഷമാണ് കർണാടക കോൺഗ്രസിൽ പുതിയ കോളിളക്കമുണ്ടായത്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സംസ്ഥാന മന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്ക് നിയമസഭാംഗങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഏപ്രിൽ 13 രാവിലെ 10 മണിക്ക് ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം ആരംഭിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചു. ഇറാനിയൻ തുറമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലും പ്രവേശിക്കുകയോ പോവുകയോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെയും ഉപരോധം നിഷ്പക്ഷമായി നടപ്പാക്കും എന്ന് സെൻകോം പറഞ്ഞു. US ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പേരിൽ ഇറാനെയും ചൈനയും ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിൽ സംസാരിക്കവേ ഇറാനെ സൈനികമായി സഹായിക്കുന്നതായി കണ്ടെത്തിയാൽ ചൈന അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുന്ന സാധനങ്ങൾക്ക് 50% തീരുവ ചുമത്തേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ ചൈന തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് അഭിമുഖത്തിനിടെ ട്രംപിനോട് ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി. ഉഗാണ്ടയുടെ സൈനിക മേധാവി മുഹസു കൈനെരുഗാബ തുർക്കിയോട് അസാധാരണമായ ഒരു ആവശ്യം നടത്തി. ഇത് ഓൺലൈനിൽ വൈറലായി. എക്സിലെ ഒരു പോസ്റ്റിൽ ഇസ്ലാമിക തീവ്രവാദികളെ നേരിടുന്നതിൽ സൊമാലിയയിൽ ഉഗാണ്ടയുടെ ദീർഘകാല സൈനിക സംഭാവനകൾക്ക് കൈനെരുഗാബ ആദ്യം തുർക്കിയിൽ നിന്ന് $1 ബില്യൺ ആവശ്യപ്പെട്ടു. പിന്നീട് ആ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തുർക്കി കൈമാറണമെന്നും ഉഗാണ്ട പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളിൽ ഉഗാണ്ടയുടെ ഗൗരവവും ഔദ്യോഗിക നിലപാടും അറിയില്ലെങ്കിലും 30 ദിവസത്തിനുള്ളിൽ തുർക്കി ഈ ആവശ്യങ്ങൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉഗാണ്ട 30 ദിവസത്തിനുള്ളിൽ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുമെന്നും ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലുള്ള തുർക്കി എംബസി അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുമെന്നും കൈനെരുഗാബ ഭീഷണിപ്പെടുത്തി.